അസ്സലാമു വെൽക്കം ടു സനാമാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ. ഒത്തിരി നാളായില്ല നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഷെയർ ചെയ്തിട്ട്. ഇന്ന് ഞാൻ അതുകൊണ്ട് കരുതി നിങ്ങൾക്ക് ഒരു തന്തൂരി ചിക്കൻ കിഴി പൊറോട്ടയുടെ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത്. കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ പറയുകയാണ്, ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള 2-3 വീഡിയോസ് ഇഗ്വനെ കുറിച്ചുള്ളത്, കോയി ഫിഷിനെ കുറിച്ചുള്ള അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മാക്സിമം കാണുക, ഷെയർ ചെയ്യുക. കാരണം ഇഗ്വനെ എന്ന് പറയുന്ന ആനിമലൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാം, ഇഗ്വന ഉണ്ടെന്നറിയാം. ഇഗ്വനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇഗ്വന എന്താ, ഇഗ്വന ഒരു പെറ്റായിട്ട് നമുക്ക് എങ്ങനെ വളർത്താൻ പറ്റുക, അത് നമ്മളുമായിട്ട് മിംഗ്ലിംഗ് ടൈപ്പ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റിയത്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവയർനെസ് നമുക്ക് ചില വീഡിയോയിൽ നിന്ന് കിട്ടും. ഇഗ്വനെ കുറിച്ച് വേറെ വീഡിയോസ് ഓൾറെഡി മറ്റുള്ളവരൊക്കെ എടുത്ത് കാണും. എങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മനസ്സിലായോ, എൻ്റെ വീഡിയോസ് കാണാൻ മറ്റുള്ളവർ കാണണമെന്ന് ഒരുപാട് എല്ലാവരും ആഗ്രഹിക്കും. അവരുടെ വീഡിയോസ് നമ്മൾ എടുക്കുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓഡിയൻസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കണ്ടന്റുകൾ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മുന്നോട്ടുള്ള യാത്ര അതിനൊരു പ്രചോദനമാവുകയുള്ളൂ. നമുക്കൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യൂസാ, നിങ്ങൾ തരുന്ന സപ്പോർട്ടാ. ഓക്കെ, ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് തന്തൂരി കിഴി പൊറോട്ടയിലേക്കുള്ള നമ്മുടെ തന്തൂരി ചിക്കനെ ഒന്ന് റെഡിയാക്കാം. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം കുറച്ച് തൈര് ചേർക്കുക. ഇതിൻ്റെ കറക്റ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പറഞ്ഞു പോകുന്നത് കേട്ടോ. ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ലെമൺ ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ ജ്യൂസ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ അതിനെ മസാല എല്ലാം തേച്ച് അതിൽ പിടിപ്പിച്ചതിന് ശേഷം മാക്സിമം ടൈം നമ്മൾ അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ അത്രയും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടു കേട്ടോ, മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എന്താ, പെറോട്ട തയ്യാറാക്കുക. അതിനായിട്ട് ഞാൻ ഏകദേശം 1 കിലോ മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് പാല് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പാല്, കുറച്ച് പഞ്ചസാര, ഉപ്പ്, സ്വല്പം സോഡ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് പറഞ്ഞു പോകുന്നത് കേട്ടോ. നമുക്ക് ഈ മാവിനെ നല്ലതുപോലെ ഈ പാലിൻ്റെയും പഞ്ചസാരയുടെയും ഉപ്പിൻ്റെ എല്ലാം കൂട്ടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് മാത്രം നമ്മൾ എണ്ണ ചേർക്കേണ്ടത്. ആദ്യം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലികളിലൊന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പെറോട്ട ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ജോലി എന്ന് പറയുന്നത്. അങ്ങനെ പെറോട്ടയുടെ മാവും ഒരുവിധം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചു. മാക്സിമം നമുക്ക് പൊറോട്ടയുടെ മാവിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, തന്തൂരി ചിക്കൻ റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ തന്തൂരി ചിക്കൻ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചിക്കൻ ആക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ കുറച്ച് നമുക്ക് കിഴി പൊറോട്ടയിലേക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരു സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തക്കാളി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. നമ്മുടെ തന്തൂരി കുട്ടന്മാരെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തന്തൂരി അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സോഫ്റ്റായി വന്ന നമ്മുടെ പെറോട്ടയുടെ ഓരോ ബോൾസിനെ എടുത്തിട്ട് നമുക്ക് പെറോട്ടയും കൂടി ഒന്ന് അടിച്ച് സെറ്റാക്കാം. എല്ലാം ചൂടായിരിക്കണം കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പെറോട്ട നല്ല ചൂടായിരിക്കണം, തന്തൂരി നല്ല ചൂടായിരിക്കണം. നമ്മൾ കിഴിയിലാക്കുമ്പോഴത്തേക്ക് അതെല്ലാം രണ്ടും നല്ല ചൂടായിരിക്കണം. ഞാൻ വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ ഫോൺ വെച്ചിട്ട് ആ പെറോട്ട അടിക്കുന്നതിൻ്റെ ഒരു രീതി ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. വളരെ
ഈസിയാടോ, വളരെ ഈസി. എല്ലാവരും പറയും ഭയങ്കര സംഭവമാണെന്ന് പെറോട്ട അടിക്കുന്നത്. കണ്ടോ, ഇതുപോലെ അടിച്ചു. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ലെയറും ഒക്കെ കിട്ടും. ഞാൻ വലിയ പെറോട്ടയായിട്ടോ ആക്കുന്നത്. കിഴി പെറോട്ടയ്ക്ക് വേണ്ടി ഞാൻ വലിയ പെറോട്ടയാണ് ആക്കുന്നത്. ഓക്കെ, നമ്മുടെ തന്തൂരി ചിക്കൻ ഓൺ പ്രോസസ്സിങ്. അതിൽ നമ്മൾ ചേർത്ത മസാലയ്ക്ക് വേണ്ടി ചേർത്ത ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ നല്ലപോലെ അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ചാറൊക്കെ ഇങ്ങനെ ഇറങ്ങി സൂപ്പറായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമുള്ള വാഴയിലയും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു തുമ്പല ആവശ്യമുള്ള ഈ 2 പെറോട്ടയും ഒരു ചിക്കൻ വെക്കാൻ ആവശ്യമുള്ള ഒരു തുമ്പല, എൻ്റെ മിഡിൽ ഒരു പോർഷൻ ഇലയും കൂടി വെച്ചിട്ട് അതൊന്ന് ചുറ്റി കെട്ടാനായിട്ട് നമുക്ക് വാഴയുടെ വള്ളിയും കൂടി റെഡിയാക്കി വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് പ്രോസസ്സിങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യം ഒരു പൊറോട്ട വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് തന്തൂരി ചിക്കൻ വെച്ചു. അതിലുള്ള കുറച്ച് മാക്സിമം ഗ്രേവി അതിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു പൊറോട്ടയും കൂടെ കൊണ്ട് അതിനെ കവർ ചെയ്യുക. അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയിലയും 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതിനെ നമ്മളൊരു കിഴിയാക്കുക. നമ്മൾ കിഴിയിട്ടത്തില്ലേ, അതുപോലെ ഒന്ന് കിഴിയാക്കുക. ഇതിൽ വേണമെങ്കിൽ ഒരു സ്ലൈസ് സവാളയോ തക്കാളിയോ വെക്കണമെങ്കിൽ വെക്കാം, ഓപ്ഷനിലാണ് കേട്ടോ. ഞാൻ വെച്ചിട്ടില്ല, ഞാൻ ഇത്രേ വെച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത്. 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സ്റ്റീം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സാധാരണ ഒരു പാനില്ലേ, ഇതുപോലെ ഒരു പാനിൽ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ചൂടാക്കാം. പക്ഷേ എനിക്കിതിൽ ഒരു ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ നല്ല ഫ്ലവേഴ്സൊക്കെ അതിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എനിക്ക് പോലും അറിയത്തില്ല എന്താ അവസ്ഥയെന്നുള്ളത്, എനിക്ക് പോലും അറിയില്ല. പക്ഷെ സംഭവം ഭയങ്കര നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. ഉണ്ടോ, പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ. ചൂട് കാരണം തൊടാൻ പറ്റുന്നില്ല കേട്ടാ. ഇതിൽ നമുക്ക് പ്രധാനം മയോണൈസാണ് കേട്ടാ. അതിന് ചെറുതായിട്ടൊന്ന് ടിപ്പ് ചെയ്തിട്ട് പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ. പൊറോട്ടയൊക്കെ നല്ല പഞ്ഞിയായിട്ടിരിക്കുക, സോഫ്റ്റ് ആയിട്ടിരിക്കുക. പക്ഷെ ചൂട് കാരണം എനിക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. നല്ല മണം. ചൂടോടെ തന്നെ നിങ്ങൾക്കൊന്ന് പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ചൂടോടെ തന്നെ കാണിക്കുന്നത്. ചിക്കനൊക്കെ കണ്ട നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങോട്ട് പൊറോട്ടയുടെ അകത്ത് വെക്കുക, ഒന്ന് ടിപ്പ് ചെയ്യുക. എന്തായാലും പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സ്വയം പുകഴ്ത്തിയാണെന്നും കരുതരുത്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് ബെറ്റർ കേട്ടോ. കാരണം സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനിലുള്ള മസാലയും മറ്റുമൊക്കെ അതിലേക്ക് ഇറങ്ങി, പൊറോട്ടയിലേക്ക് ഇറങ്ങി നമ്മുടെ ചിക്കൻ കുറച്ചുകൂടെ ജ്യൂസി ആവും, പൊറോട്ട സോഫ്റ്റ് ആവും. സംഭവം എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഒരു കിടക്കാച്ചി കിഴി തന്തൂരി പൊറോട്ട നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ നമ്മുടെ ബ്ലാക്ക് ടീ ആണ് കേട്ടോ, കട്ടൻ ചായ. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ
എളുപ്പമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. ഓക്കെ, അപ്പൊ തൽക്കാലം ബൈ പറയുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണുന്നത് എല്ലാവർക്കും ബൈ. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, മാക്സിമം സപ്പോർട്ട് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.